പരാതി നൽകിയ യുവതിയുമായി ഹോട്ടലിൽ പോയിരുന്നു എന്ന കാര്യം സമ്മതിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലബ് 7 ഹോട്ടലിലെത്തിയ കാര്യമാണ് തെളിവെടുപ്പ് സമയത്ത് സമ്മതിച്ചത്. 408 നമ്പർ റൂമും തിരിച്ചറിഞ്ഞു. അതിജീവിതയുമായി സംസാരിക്കാനാണ് എത്തിയതെന്ന വിശദീകരണമാണ് നൽകിയത്. പീഡിപ്പിച്ചെന്ന പരാതിയിൽ മറുപടിയില്ല. രാഹുൽ BR എന്ന രജിസ്റ്ററിലെ പേരും നിർണായക തെളിവെന്ന് SIT വിലയിരുത്തുന്നു. ലാപ്ടോപ്പ് എവിടെയെന്ന ചോദ്യത്തിനും മറുപടി നൽകിയില്ല. പിടിച്ചെടുത്ത മൊബൈലുകളുടെ പാസ്വേഡും നൽകുന്നില്ല. നിർണായക ദൃശ്യങ്ങളും ചാറ്റും കണ്ടെത്താതിരിക്കാനുള്ള നീക്കമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ പറയുന്ന സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അത് രാഹുൽ BR എന്ന പേരിലാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്ന് രാഹുൽ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് തെളിവാണ്. പക്ഷേ ഈ ഫോൺ ലോക്ക് തുറക്കാതിരിക്കുക, സഹകരിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്താൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവും. നിലവിൽ രാവിലത്തെ തെളിവെടുപ്പിന് ശേഷം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? 2024 ഏപ്രിൽ 8 ഉച്ചയ്ക്കാണ് ഈ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായി എത്തിയത്, അല്ലെങ്കിൽ യുവതി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കാത്തിരുന്നത് എന്ന വിവരങ്ങളായിരുന്നു ഈ പരാതിയിൽ ഉണ്ടായിരുന്നത്. ആ പരാതിയിലെ പരാമർശങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് SIT എത്തിയിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ആ ഹോട്ടൽ രജിസ്റ്ററിൽ നിന്ന് രാഹുൽ BR എന്ന പേര് ഈ യുവതിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ രജിസ്റ്റർ അവർ പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. പിന്നീട് കോൾ ഡേറ്റ റെക്കോർഡുകളും ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി നടത്തേണ്ടത് ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീളുകയായിരുന്നു. അതിനിടയിലാണ് 3 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയത്. അതിന്റെ ഭാഗമായാണ് അതീവ സുരക്ഷയിൽ, അതായത് ഒരു തരത്തിലും പുറത്തേക്ക് വിവരം ചോരാത്ത തരത്തിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് പ്രതിഷേധിക്കാനായി സംഘടിക്കാത്ത തരത്തിൽ പുലർച്ചെ 5:30 ക്ലബ് 7 ഹോട്ടലിൽ, KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ക്ലബ് 7 ഹോട്ടലിൽ രാഹുലുമായി അന്വേഷണ സംഘം എത്തുന്നത്. ഏതാനും മിനിറ്റുകൾ, ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് മാത്രമാണ് ഹോട്ടലിനുള്ളിൽ അന്വേഷണ സംഘം രാഹുലുമായി ചെലവഴിച്ചത്. യുവതിയുമായി അവിടെ എത്തിയിരുന്നു എന്ന കാര്യം, അല്ലെങ്കിൽ അവിടെ അവർ സംസാരിക്കാൻ എത്തിയത് എന്ന തരത്തിലാണ് രാഹുൽ അന്വേഷണ സംഘത്തോട് ഇതിനോടകം നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. അതിനപ്പുറത്തേക്ക് ഈ അതിക്രമം സംബന്ധിച്ച ചോദ്യങ്ങളോട് മൌനം മാത്രമായിരുന്നു രാഹുലിന്റെ മറുപടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മാത്രമല്ല, ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, പല ചോദ്യങ്ങൾക്കും രാഹുൽ വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നാണ് SIT നൽകുന്ന സൂചന. അതോടൊപ്പം ഈ ലാപ്ടോപ്പിന്റെയും മൊബൈൽ ഫോണിന്റെയും പാസ്വേഡ് ലഭിച്ചാൽ മാത്രമേ കൃത്യമായി അതിനുള്ളിലെ വിവരങ്ങൾ അവർക്ക് ശേഖരിക്കാൻ കഴിയൂ. ഈ യുവതിയുടെ ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ ഈ ഫോണിൽ ഉണ്ടായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ഡിജിറ്റൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതിൽ ഇതുവരെയും രാഹുലിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂലമായ ഒരു മറുപടി അവരോട് ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോഴും മൌനം മാത്രമാണ് പല ചോദ്യങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഫോറൻസിക് പരിശോധന അടക്കം ഒരുപക്ഷെ വേണ്ടി വന്നേക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഒരു തരത്തിലും ഈ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും പാസ്വേഡ് പറഞ്ഞു നൽകാനായി രാഹുൽ തയ്യാറാകാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ വിവരങ്ങളടക്കം നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയെ ഒരുപക്ഷെ അന്വേഷണ സംഘം അറിയിച്ചേക്കും. അതായത് പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. അതായത് പുതിയ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച്, BNSലെ പുതിയ വകുപ്പുകൾ അനുസരിച്ച് ഒരാളുടെ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ, സ്മാർട്ട് ഫോണിലെ വിവരങ്ങൾ അയാളുടെ അനുവാദമില്ലാതെ പരിശോധിക്കാൻ ഉള്ള പരിമിതികളുണ്ട്. അത് സ്വകാര്യതയുടെ ലംഘനമായി നിയമ സംവിധാനങ്ങൾ തന്നെ പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം വരും. അതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെ കൊണ്ട് തന്നെ പാസ്വേഡ് കൃത്യമായി രാഹുലിന്റെ പക്കൽ നിന്ന് തന്നെ വാങ്ങി ഈ ഫോണിലെയും ലാപ്ടോപ്പിലെയും വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് രാഹുലിൽ നിന്ന് തെളിവെടുപ്പ് നടത്താൻ, അല്ലെങ്കിൽ മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചത്. പക്ഷേ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. അതായത് തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പ്രതിഭാഗവും കഴിഞ്ഞ ദിവസം കോടതിയിൽ, തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വാദിച്ചത്. എന്തായാലും കേസിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പാലക്കാടും രാഹുലുമായി വൈകാതെ തന്നെ തെളിവെടുപ്പുണ്ടാകുമെന്നാണ് സൂചന.
ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുകയും തന്നെ അധിക്ഷേപിക്കുകയും ചെയ്ത പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി നൽകിയ അതിജീവിത. തനിക്കെതിരായ സൈബർ ആക്രമണം തടയാൻ ഇടപെടണമെന്നാണ് ആവശ്യം. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെപിസിസി വൈസ് പ്രസിഡന്റ് അടൂർ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ അനിൽകുമാർ, വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവർക്കാണ് അതിജീവിത പരാതി നൽകിയിട്ടുള്ളത്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പോലീസിലും അതിജീവിത പരാതി നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജിവാഹനം കോടതിയിൽ ഹാജരാക്കി. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് സമർപ്പിച്ചത്. സ്വർണ്ണക്കൊള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെ വാജിവാഹനം തിരികെ നൽകാൻ തന്ത്രി ശ്രമിച്ചിരുന്നു. ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ വാജിവാഹനം ഈ സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണത്തിനിടയിൽ പ്രധാന വിവാദമായ ഒരു സംഭവമാണ്. അത് അന്ന് തന്നെ തിരിച്ചേൽപ്പിക്കാനൊക്കെ തന്ത്രി ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നിട്ടുമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അറിയേണ്ടത്, ഇന്ന് പ്രധാനമായും ഈ കേസിൽ കോടതിക്ക് മുന്നിലെത്തുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ. അറസ്റ്റ് എപ്പോഴായിരിക്കും? ഈ ദ്വാരപാലക കേസിൽ എപ്പോഴാകും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്? ശ്രീജ, രണ്ടാമത്തെ കേസിലും തന്ത്രിയുടെ അറസ്റ്റിനാണ് കളമൊരുങ്ങുന്നത്. അറസ്റ്റിന് തടസ്സമില്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതായത് ആദ്യത്തെ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നു, പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തന്ത്രി ഉള്ളത്. രണ്ടാമതൊരു കേസ് കൂടി വരുന്നു. അതിലും റിമാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം പുറത്തു വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാകും. മാത്രമല്ല, ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ കേസ് വന്നു തുടങ്ങിയ സമയത്ത് തന്നെ തൻ്റെ കൈവശമുള്ള വാജിവാഹനം തിരികെ ഏൽപ്പിക്കാൻ തന്ത്രി താല്പര്യപ്പെട്ടിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് അന്ന് കൊടിമരം, ശബരിമലയിലെ കൊടിമരം മാറ്റിയുള്ള പ്രവൃത്തികൾ നടത്തുന്നത്. ആ സമയത്ത് അതിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ് നിയമം. അത് ലംഘിച്ചുകൊണ്ടാണ് തന്ത്രി കൊണ്ടുപോയത്. പക്ഷേ ഈ ഘട്ടത്തിൽ വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്ത്രി ഇത് തിരികെ നൽകണം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് കത്ത് നൽകുകയും ചെയ്തു. പക്ഷേ ദേവസ്വം ബോർഡ് തന്നെ ഈ കേസിൽ പ്രതിയായി വരുന്ന നിലയുണ്ടായി. മുൻ ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ ഇതിൽ പ്രതിയാകുന്ന നിലയുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അങ്ങനെ വാജിവാഹനം തിരികെ വാങ്ങാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഈ വാജിവാഹനമാണ് കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ വീട്ടിൽ നടന്ന പരിശോധനയിൽ SIT കണ്ടെടുത്തത്. അതാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നത്, ഈ കോടതിയിൽ SIT വെച്ച വാജിവാഹനം അത് യഥാർത്ഥ വാജിവാഹനമാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. തന്ത്രി ഈ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ വാജിവാഹനം ഇവിടെ നിന്ന് പോയി എന്ന ഒരു സംശയമാണ്. ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. യഥാർത്ഥ വാജിവാഹനം മാറ്റുകയും വിവാദമായ സമയത്ത് മറ്റൊരു വാജിവാഹനം കൊണ്ടുവന്ന് ഇത് തിരികെ ഏൽപ്പിക്കാനുള്ള ശ്രമമാണോ തന്ത്രി നടത്തിയത്? ആ തരത്തിലുള്ള ചില സംശയങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി അതിൻ്റെ ഫലം തേടേണ്ടി വരും. ശ്രീജ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KT ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിശദമായി വാദം കേൾക്കുന്നുണ്ട്. കൊല്ലം സെഷൻസ് കോടതിയിലാണ് വാദം. ശങ്കരദാസ് അബോധാവസ്ഥയിൽ ആശുപത്രിയിലായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് 12ാം പ്രതി പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയിൽ. SITയുടെ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമാണ്. അറസ്റ്റ് ചെയ്തത് മതിയായ കാരണങ്ങൾ അറിയിക്കാതെ ആണ് എന്ന വാദവും ഇയാൾ കോടതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ഹർജിയിൽ ഹൈക്കോടതി SITയോട് റിപ്പോർട്ട് തേടി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ശബരിമല അഭിഷേകത്തിന് ശേഷമുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ മുൻകൂർ അനുമതി വേണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് മകരസംക്രമ ദിനമായ ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിക്കും. 10,000-ഓളം കേന്ദ്രങ്ങളിലാണ് ദീപം തെളിയിക്കുന്നത്. വൈകിട്ട് 6 മണിക്കാണ് വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് അപ്പീലിലെ പിഴവിൽ EDക്ക് ഹൈക്കോടതിയുടെ വിമർശനം.
ഫെമ നിയമപ്രകാരമുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ കക്ഷി ചേർത്തത് തെറ്റെന്ന് ഹൈക്കോടതി. ഒരേ അഭിഭാഷകൻ എങ്ങനെയാണ് ഇഡിക്കും ഫെമ അതോറിറ്റിക്കും വേണ്ടി ഹാജരാകുന്നതെന്നും കോടതി ചോദിച്ചു. ഗുരുതര പിഴവ് പരിഹരിച്ച് അപ്പീൽ നൽകാനും ഇഡിക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പുകളാണ്. ഈ വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. സ്പെഷ്യൽ ബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. തട്ടിപ്പിന്റെ വാർത്തയ്ക്ക് പിന്നാലെ ബിജു രാധാകൃഷ്ണനും ജീവനക്കാരും ഓഫീസ് പൂട്ടിമുങ്ങി. കാക്കനാട്ടെ മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷൻസ് എന്ന സ്ഥാപനമാണ് പൂട്ടിയത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് അഥവാ CSR തരപ്പെടുത്തി കൊടുക്കാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കുന്നതാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും ഒക്കെ മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തിക്കൊണ്ടിരുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്ന ആക്ഷേപവുമായി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ലോക്ഭവന് മുന്നിൽ നടത്തുന്ന രാപകൽ സമരം ഇന്ന് അവസാനിക്കും. രാവിലെ 10 മണിക്കാണ് സമാപനം. പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇന്നലെ രാപകൽ സമരം ഉദ്ഘാടനം ചെയ്തത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ടോൾ പിരിവ് അവിടെ വലിയൊരു പ്രശ്നമാവുകയാണ് കാസർഗോഡ്. അത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താനാണ് BJP ആലോചിക്കുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് ദേശീയപാത അതോറിറ്റിയുടെ താൽക്കാലിക ടോൾ പിരിവ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDFും LDFും. കുമ്പള ആരിക്കാടിയിൽ വൻ തുക ഈടാക്കിക്കൊണ്ടുള്ള ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റിക്കൊപ്പം അനിശ്ചിതകാല സത്യഗ്രഹ സമരവുമായി AKM അഷ്റഫ് MLA രംഗത്ത് വന്നത് BJPക്ക് പ്രതിസന്ധിയായേക്കും. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിങ്കളാഴ്ച മുതലാണ് യൂസർ ഫീ ഈടാക്കി തുടങ്ങിയത്. ആക്ഷൻ കമ്മിറ്റിയുടെ സമരം ഇന്ന് 3ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കുമ്പള ടോൾ പ്ലാസയ്ക്കെതിരെ ജനകീയ സമരസമിതി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ AKM അഷ്റഫ് MLA ഇത്തരത്തിൽ സത്യാഗ്രഹ സമരം, അതായത് അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം. നമ്മോടൊപ്പം AKM അഷ്റഫ് MLA തന്നെ ചേരുന്നു. എന്താണ് ഇപ്പോൾ ഈ ഒരു സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോകാനുള്ള പ്രധാന കാരണം? NHന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ നിയമസഭയിലും ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ ഞങ്ങളൊക്കെ പെടുത്തിയിരുന്നു. കാസർഗോഡ് MLA എന്നെ നിലയ്ക്കുന്ന് ഇവിടെ ഇതിൻ്റെ ഈ സത്യാഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അദ്ദേഹം ഇവിടെയുണ്ട്. MP അടക്കമുള്ള ആളുകൾ. ആ പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായി ഇന്ന് വരെ ഇതിൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് എല്ലാവർക്കും അറിയാം 60 കിലോമീറ്ററിന് ശേഷം പെരിയയിൽ നിർമ്മിക്കേണ്ട ടോൾ ബൂത്ത് അപ്പുറത്തറിയിച്ച് പൂർത്തിയായില്ല എന്ന കാരണം കൊണ്ട് താൽക്കാലികം എന്ന പേരിലൂടെ 20 കിലോമീറ്ററിനിടയിൽ വീണ്ടും തലപ്പാടിക്ക് ശേഷം ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കാനുള്ള ശ്രമം തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും, അന്ന് ഉദുമ MLA ഉണ്ട്, കാസർഗോഡ് MLA ഉണ്ട്, ഞാനുണ്ട്, MP ഉണ്ട്. ഇതിൻ്റെ സമരം ആദ്യം തുടക്കം കുറിക്കുന്നത് ഞങ്ങളാണ്. പിന്നീട് കുമ്പള പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ചേർത്തുകൊണ്ട് ഞങ്ങൾ സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മുട്ടേണ്ട വാതിലുകൾ മുഴുവനും മുട്ടി. കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. നല്ല പ്രതീക്ഷയിലാണ്. അതിനിടയിൽ ധിക്കാരപരമായി അഹങ്കാരത്തോടു കൂടി കോടതിയെ പോലും ബഹുമാനിക്കാതെ NHI ഇന്നലെ ഇവിടെ ടോൾ ബൂത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു സമരം നടന്നു. ഇന്ന് അനിശ്ചിതകാല സമരം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാൾ സാഹിബിന്റെ പെർമിഷനോടുകൂടി ഞാൻ ഇവിടെ ഇന്ന് സത്യാഗ്രഹം അനിശ്ചിതകാല സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം, ഇത് അന്യായമാണ്. ഒരു കാരണവശാലും ഈ ടോൾ ബൂത്ത് ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം 20 കിലോമീറ്ററിനിടയിൽ 2 ടോൾ കൊടുക്കാൻ ഞങ്ങളുടെ നാട്ടുകാർക്ക് കഴിയില്ല. ഈ സമരം വിജയം കാണും. ഇതൊരു തുടക്കം മാത്രമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കും. BJPക്കാർ മാത്രമാണ് മാറി നിൽക്കുന്നത്. BJPക്കാർക്ക് ടോളിനെതിരെ മാറി നിന്നപ്പോൾ കുമ്പള പഞ്ചായത്തിലെ ജനങ്ങൾ തന്നെ 4 സീറ്റ് കുറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തക്കതായ പാഠം പഠിപ്പിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ അവർ ഒളിച്ചു കളിക്കുമ്പോൾ പറയാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് രാഷ്ട്രീയമായും ഉള്ള ഒരു പോരാട്ടമായി മാറുന്നു. സത്യത്തിനും മഞ്ചേശ്വരത്തിന് പൊതുവെ വികസന കാര്യങ്ങൾ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല.
ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം കാസർഗോഡിന്റെ എന്ത് വിഷയമെന്ന ഞങ്ങൾ 2 MLA-മാർ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി നിയമസഭയിൽ സംസാരിച്ച ആളുകളാണ്. ഇക്കാര്യത്തിൽ BJP-ക്കാരെ നമ്മൾ വിളിച്ചു, ആക്ഷൻ കമ്മിറ്റിക്ക് വിളിച്ചു, നിരന്തരമായി കോണ്ടാക്ട് ചെയ്തു. BJP-ക്കാർക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ, ജയിച്ചില്ല എങ്കിൽ എങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാം എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ നാട്ടുകാർക്ക് ഈ ടോൾ ബൂത്തിലൂടെ BJP നൽകിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണിത്. എന്തായാലും ടോൾ പിരിവിനെതിരെ ശക്തമായ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാഷ്ട്രീയമായും അത് BJP-യെ വലിയ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. അനിശ്ചിതകാല സത്യാഗ്രഹം അതാണ് ഇപ്പോൾ AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ ഈ ആരിക്കാടി ടോൾ പ്ലാസയ്ക്ക് സമീപം ആരംഭിച്ചിട്ടുള്ളത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. UK നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതി എവിടെന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യതയാണ് മുതലെടുത്തത്. ബിജുവിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ പലരും വീണുപോയി എന്നതാണ് വാസ്തവം. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. പേരിലെ മാറ്റം ഓഫീസിലുമുണ്ട്. ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളുമാണ്. ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ബിജുവിനായി സുപ്രീം കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കിയ കൊച്ചിയിലെ വനിതാ അഭിഭാഷകയുടെ പേരിലുള്ള ആഡംബരക്കാരാണ് ബിജു ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് 1000 കോടിയോളം ചെലവ് വരുന്ന ജൈവകൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയും. രാവിലെ 10 മണിക്ക് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. 5 ദിവസം 25 വേദികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ 15,000-ഓളം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുക. കലോത്സവ ദിനങ്ങളിൽ വസന്തം തീർക്കാൻ പൂക്കളുടെ പേരിൽ വേദികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, തൃശ്ശൂരിന് സാധാരണ ഏറ്റവും വലിയ ഉത്സവം പൂരമാണ്. ഇത്തവണ അവർക്ക് 2 പൂരമാണ്. ആദ്യത്തെ പൂരം ഇന്ന് കലാപൂരം ആരംഭിക്കുകയാണ്. എപ്പോഴാണ് ഉദ്ഘാടന ചടങ്ങ്? എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായോ? ശ്രീജ, ഇനി മിനിറ്റുകൾ മാത്രമാണ് ഈ കലോത്സവത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിന്. അതിനു മുൻപായി നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തൃശ്ശൂർക്കാരുടെ അവരുടെ സ്വകാര്യ അഹങ്കാരമായ കുടമാറ്റവും ചെണ്ടമേളവും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പ്രത്യേകതയുള്ളത്, ആദ്യമായിട്ടായിരിക്കും തിരുവമ്പാടിയും പാറമേക്കാവും ഒന്നിച്ച് ഒരു വാദ്യ ആഘോഷം ഇവിടെ നടത്തുന്നത്. അത് ഇത്തവണ കലോത്സവത്തിനാണ് കണ്ടിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ്. സാധാരണ ഇവർക്കിടയിൽ ഒരു മത്സരം ഉണ്ടാകും. ഇത്തവണ മത്സരമൊന്നുമില്ല. കുട്ടികൾക്കായി, തൃശ്ശൂർക്കാർക്കായി അങ്ങനെ അവർ കൊട്ടിക്കേറുകയാണ്. ഇത് കേൾക്കാൻ തന്നെ എന്തൊരു രസമാണല്ലേ. നമുക്ക് ഈ തൃശ്ശൂർക്കാർക്ക് കൊട്ടും ആനയും ഇല്ലാതെ എന്താഘോഷം. ഇവിടെ ഒരു ചെറിയ ഒരു പൂരം തന്നെയാണ് ഈ പാറമേക്കാവും തിരുവമ്പാടിയും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും, കൊടി ഉയർത്തും, ഔദ്യോഗികമായി കലോത്സവത്തിന് തിരിതെളിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കലാപരിപാടികളെല്ലാം ആരംഭിക്കുക. ഉദ്ഘാടനത്തിന് ശേഷം 11:30 തന്നെ ഈ കാണുന്ന പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള
തേക്കിൻകാട് മൈതാനത്ത് ആദ്യത്തെ ഒരു കലാപ്രകടനം അരങ്ങേറും. അത് മോഹിനിയാട്ടമാണ്. പിന്നീട് ഭരതനാട്യം, ഒപ്പന ഉൾപ്പെടെയുള്ള എല്ലാ കലാപരിപാടികളും ഇന്ന് തന്നെ ഔദ്യോഗികമായിട്ടുള്ള കലാമത്സരങ്ങൾക്ക് ഇന്ന് തന്നെ ഔദ്യോഗികമായി തുടക്കമാവുകയും ചെയ്യും. കുട്ടികളെല്ലാം അണിയറയിൽ ഒരുക്കത്തിലാണ്. ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട വേദി. അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഇത്രയും വലിയ, അതായത് നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അവർ ഇത്രയേറെ ആഘോഷിക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന മറ്റൊരു ഉത്സവം ആയി മാറിയിരിക്കുകയാണ് ഈ സ്കൂൾ കലോത്സവം. കുട്ടികളെല്ലാം ഇവിടെ ഓരോരുത്തരായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം ബാൻഡ് മേളത്തിലുള്ള കുട്ടികൾ മുഖ്യമന്ത്രി വരുമ്പോൾ വരവേൽക്കുന്നതിന് വേണ്ടി ബാൻഡ് മേളത്തിലുള്ള കുട്ടികളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ടീച്ചറാണോ അതോ തൃശ്ശൂർക്കാരാണോ? അടുത്തേക്ക് വാ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. തൃശ്ശൂർക്കാരാണ്. നിങ്ങളുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് മറ്റൊരു ചെറിയൊരു പൂരം അല്ലേ? അതെ അതെ അതെ. സന്തോഷം. എല്ലാ ജില്ലക്കാർക്കും കൂടി കാണാനല്ലോ, എല്ലാ കുട്ടികൾക്കും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു അഭിമാനമല്ലോ ഇത് തൃശ്ശൂർക്കാർ. മേളം നടക്കുന്നു. ഇപ്പഴേ യുവജനോത്സവം 10-25 വേദികളിൽ നടക്കാൻ പോകണം. എല്ലാം ശുഭാവട്ടെ. ആയിക്കോട്ടെ. എന്തായാലും എല്ലാ ദിവസവും വരും ഇത് കാണാൻ. അങ്ങനെ വിചാരിക്കുന്നു. ഏത് പെർഫോമൻസ് കാണാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്ന് നോക്കണം. പിന്നെ ഡാൻസ് ഐറ്റങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. സ്കൂൾ കലോത്സവ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ ഇവിടെ? പിന്നെന്താ, പിന്നെ നമുക്ക് 14 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ലേ, അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇത് സുഹൃത്തുക്കളാണ്, എല്ലാവരും നാട്ടുകാരാണ്, കുടുംബമായിട്ട് ഇറങ്ങി രാവിലെ തന്നെ കുടുംബമായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. സന്തോഷത്തിലാണ്. ഓ, വളരെ സന്തോഷം. തൃശ്ശൂര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാംസ്കാരിക നഗരല്ലേ, അവിടെ ഒരു ഇത് വരാന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ലേ. ഞങ്ങളെല്ലാ തൃശ്ശൂർ എപ്പൊക്കെ നടക്കണോ ഇവിടെ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ തവണ തൃശ്ശൂർക്കാരായിരുന്നു സ്വർണ്ണക്കപ്പ് അടിച്ചെടുത്തത്. ഇത്തവണ നിങ്ങൾ തന്നെ കിട്ടണല്ലോ, വടക്കുന്നാന്റെ സഹായം കിട്ടും. കുട്ടികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവുമായി മുന്നിൽ തന്നെ ഉണ്ടാവും. ചേട്ടാ, തൃശ്ശൂർക്കാരൻ തന്നെയാണ്. എന്താണ് തൃശ്ശൂർ പൂരത്തിന് മുന്നാടിയായി മറ്റൊരു പൂരം, കലോത്സവ പൂരം? ഞങ്ങളൊക്കെ തൃശ്ശൂർ ഈ ടൗണിൽ തന്നെ ഉള്ളവരാണ്. എന്തായാലും തൃശ്ശൂർക്കാരെ തന്നെ കൊണ്ടുപോകും. എല്ലാ ദിവസവും വരും. പറ്റുന്ന പോലെയൊക്കെ വരും അല്ലേ? അങ്ങനെ തൃശ്ശൂർക്കാരെല്ലാം നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവരുടെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ എത്തും. തൃശ്ശൂർക്കാർ വലിയ ആവേശത്തിലാണ്. അവർക്ക് ഈ ചെണ്ടമേളവും പൂരവും ഒക്കെ അവരുടെ ഒരു വികാരം തന്നെയാണ്. അതിൽ ഈ കലോത്സവ പൂരത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിൽ അവർ ആഘോഷിക്കുന്നു. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകും അവരെ സപ്പോർട്ട് ചെയ്യാനെന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പം ഇന്നത്തെ കലാപരിപാടികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം ഉൾപ്പെടെ, ഒപ്പന ഉൾപ്പെടെയുള്ള ഗ്ലാമർ ഇനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് പേര് ഇന്നത്തെ എന്തൊക്കെ പരിപാടികളാണെന്ന് നോക്കുകയാണ്. ഏതൊക്കെ പരിപാടികളായിരിക്കും കാണുന്നത്? നൃത്തമാണ് ഇഷ്ടം. നൃത്തമാണ് ഇഷ്ടം. അപ്പം മോഹിനിയാട്ടം, ഭരതനാട്യം, ഒപ്പന അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആഘോഷവും വൈബും ഒക്കെ? വളരെ. ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. തൃശ്ശൂരായപ്പോ തൃശ്ശൂർക്കാരല്ലേ, അപ്പം വരാന്ന് ചോദിച്ചു വന്ന് കണ്ടപ്പോ കൊള്ളാം അല്ലേ? എല്ലാ ദിവസവും വരും. വരണമെന്നാണ് ആഗ്രഹം. ചേട്ടാ, ആള് പറഞ്ഞു അതേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾ കാസർഗോഡ് നിന്ന് വരുന്നത്. കാസർഗോഡ് നിന്ന് വരാണ്. കുട്ടികൾ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സാണ്. ഏത് സ്കൂളിൽ? ഞങ്ങൾ കൈക്കൂട്ടത് PMS PTS എത്ര കുട്ടികൾ വന്നിട്ടുണ്ട്? ഞങ്ങൾ 19-ഓളം കുട്ടികളുണ്ട്. അവർക്ക് ഏതൊക്കെ? അറബന, വട്ടപ്പാട്ട്, ദഫ്മുട്ട്, പിന്നെ കഥാരചന, അറബി കഥാരചന, ചെയ്യുന്നുണ്ടോ? ഏതാ? മലയാളം കഥാരചന. അപ്പോൾ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ഓരോ മത്സരങ്ങളുണ്ട്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അതെ, ഇവിടെ കുറേ കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് കൂടി ഒന്ന് പോവാം. അവരൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഹായ്, ഏതാ സ്കൂള്? നാളം കൊണ്ട് പോവാണ്. ഇങ്ങോട്ട് വാന്നേ, ചോദിക്കട്ടെ. വാ. എന്താ തൃശ്ശൂരിലെ കുട്ടികളൊക്കെ ഭയങ്കര നാണക്കാരാണോ? ആണോ? ഏതാ സ്കൂള്? അയ്യന്തോള്. ആണോ? നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ഇന്ന് പരിപാടി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നില്ലേ? ഉണ്ടാവും അല്ലേ? ശരി. ക്യാമറ ഉണ്ട്. അപ്പൊ കുട്ടികളല്ലേ? ഏത് സ്കൂളിൽ നിന്നാ? ഞങ്ങൾ സെന്റ് ജോസഫ് CGH. സെന്റ് ജോസഫ്. എന്തായാലും കുട്ടികള് ഇത് കണ്ട് നാണത്തോടെ ഓടിപ്പോവാണ്. എന്തായാലും വേദികൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ
ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനവും നടക്കും. അങ്ങനെ ഇന്നു മുതൽ കലാപൂരത്തിന് കൊടിയേറുകയാണ്. ഇനിയുള്ള 5 ദിവസം മത്സരങ്ങളും ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനുമുണ്ട്. ഇനി വരും മണിക്കൂറിൽ അതെല്ലാം നമ്മൾ ന്യൂസ് 18 പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും. 18-ാം തീയതിയാണ് സമാപന സമ്മേളനം. അന്ന് നടൻ മോഹൻലാൽ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും വലിയ ആവേശം തന്നെയാണ് തൃശ്ശൂർ. ഈ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കലോത്സവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇന്നലെ മുതൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ ഇവിടെ വന്ന് അദ്ദേഹം എല്ലാ ഇടങ്ങളും എല്ലാ വേദികളും ഈ പ്രധാന വേദി ഉൾപ്പെടെയുള്ളവ എല്ലാം നടന്ന് സന്ദർശിച്ച് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം അവസാന നിമിഷത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി. അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജനുമൊക്കെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ സജീവമായിരുന്നു. അവരെ സംബന്ധിച്ച് മന്ത്രി കെ രാജനൊപ്പം മുൻമന്ത്രി വി എസ് സുനിൽകുമാറും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് തൃശ്ശൂർക്കാരാണ് കുറച്ചുകൂടി അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ലതായിട്ട് എല്ലാവർക്കും ഇവിടെ കൃത്യമായി കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം കുട്ടികളെ അധിക നേരം ഇരുത്തി മുഷിപ്പിക്കാതെ എത്രയും വേഗം ഓരോ മത്സരങ്ങളും കഴിഞ്ഞ് ഈ ഒരുപാട് രാത്രി സാധാരണ നമുക്കറിയാം ശ്രീജ കലോത്സവത്തിൽ പുലർച്ചെ വരെയൊക്കെ പരിപാടികൾ നീളാറുണ്ട്. കുട്ടികളൊക്കെ വളരെ ക്ഷീണിതരാവും. രാവിലെ മുതൽ ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ടാവും. ഇത്തവണ അതൊക്കെ ഒഴിവാക്കി കൃത്യസമയത്ത് പരിപാടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സംഘാടകർ ഇതിനോടകം തന്നെ എടുത്തിട്ടുമുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെയുള്ള തൃശ്ശൂരിലെ സ്കൂളിലെ കുട്ടികളാണ്. ഹായ്, ഏതാ സ്കൂള്? നിങ്ങള് പെർഫോമൻസ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ സ്കൂളിൽ നിന്ന്? അറിയില്ലേ? സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? പെർഫോമൻസ് അറിയില്ല. ആരാ ഇതിലൊരു പാട്ട് പാടുക? പാടുവോ? കൂട്ടുകാരെ തൃശ്ശൂർക്കാരുടെ അഭിമാനം ഒരു പാട്ട് പാടിയേ. എടാ, തൃശ്ശൂരിലെ കുട്ടികളെല്ലാം ഭയങ്കര നാണക്കാരാണ് ശ്രീജ. ആരും മിണ്ടുന്നതും ഇല്ല. ക്യാമറ കാണുമ്പോ എല്ലാരും മറ്റേ മുഖമൊക്കെ പൊത്തി ഒളിച്ചിരിക്കുകയാണ്. എനിക്ക് ചില സംശയങ്ങളുണ്ട് നവമി. സാധാരണ രീതിയിൽ തൃശ്ശൂരെ കുട്ടികൾ അങ്ങനെ അല്ല. നവമിയുടെ ചോദ്യത്തിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറച്ചും കൂടെ ഒന്ന് പിന്നെ കാര്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അവർക്കങ്ങനെ നാണമുള്ള കുട്ടികളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തൃശ്ശൂരിലെ കുട്ടികൾ. പക്ഷെ ഞാൻ ചോദിച്ച കുട്ടികളെല്ലാം ആരെങ്കിലും പാട്ട് പാടും ചോദിച്ചപ്പോൾ ആരും പാടുന്നില്ല എന്നാ പറഞ്ഞത്. എനിക്കൊന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നേ വന്ന് കുട്ടികളോട് ചോദിച്ചൊന്ന് സെറ്റായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ പാടിയാരെ. ലൈവിൻ്റെ ഇടയിൽ ചോദിക്കുന്നതുകൊണ്ടായിരിക്കും അവർക്കൊരു നാണം. എന്തായാലും അങ്ങനെ ആഘോഷങ്ങൾക്കെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായി തുടക്കമാകും. മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്യും. ഏകദേശം 700-ലധികം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വേദി തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന വേദി മാത്രമല്ല, ബാക്കി എല്ലാ വേദികളിലും 25 വേദികളാണുള്ളത്. അതിൽ ഓരോരുത്തരിലും ഓരോ പൂക്കളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. നീലക്കുറിഞ്ഞി, ചെമ്പകം, ജമന്തി ഉൾപ്പെടെയുള്ള എല്ലാ പൂക്കളുടെ പേരുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ഈ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കായി കാത്തിരിക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ ഇതിനെ ഔദ്യോഗികമായി തിരിതെളിയും. ശരി നവമി, പൂക്കളുടെ പേരുകൾ അവിടെ ഒരു പൂക്കളുടെ പേരിലാണ് അവിടെ വേദികൾ. വസന്തോത്സവം തന്നെയാണ് നടക്കുന്നത്. ഇനിയുള്ള 5 ദിവസങ്ങൾ ആഘോഷത്തിൻ്റെതാണ്. വലിയ പൂരക്കാഴ്ചകൾ സാധാരണ വരാറുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാണ്. പക്ഷേ ഇത്തവണ ഇതാ പൂരപ്രഖ്യാപനം പോലെ പാണ്ഡ്യമേളവുമായി കലോത്സവത്തെ വരവേൽക്കുകയാണ് തൃശ്ശൂർ. അല്പസമയത്തിനകം ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാവും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മകര ജ്യോതി ദർശനത്തിന് ഒരുങ്ങി ശബരിമല സന്നിധാനം. ഉച്ചയ്ക്ക് 3:08 ഇന്ന് മകരസംക്രമ പൂജ നടക്കുക. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് മകരസംക്രമ പൂജയ്ക്ക് അഭിഷേകം ചെയ്യുക. 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സ്വീകരിക്കും. 6:30 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന. പിന്നെ മകരജ്യോതി ഭക്തരെല്ലാം കാത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ശബരിമല സന്നിധാനത്ത് നിന്ന്. ശ്രീജിത്ത്, ഭക്ത ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ ദിവസമാണിന്ന്. ഇന്ന് വൈകുന്നേരം വരെ അവർ പ്രാർത്ഥനയോടെ ഓരോ ചടങ്ങുകളായി കഴിയാൻ കാത്തിരിക്കുകയാണ്.
തിരക്ക് എങ്ങനെയുണ്ട്, എങ്ങനെയൊക്കെയാണ് ആളുകളെ നിയന്ത്രിക്കുന്നത്, എപ്പോൾ തൊട്ടാണ് പൂർണ്ണമായൊരു നിയന്ത്രണം നിലവിൽ വരിക? ഏതാണ്ടൊരു 11 മണി മുതൽ വലിയ നിയന്ത്രണത്തിലേക്ക് ശബരിമല സന്നിധാനം പോകും. പ്രത്യേകിച്ച് പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടാത്ത നിലയിലുള്ള നിയന്ത്രണത്തിലേക്ക് പോകും. ഇതിനകം തന്നെ ഇങ്ങോട്ട് ആളുകൾക്ക് എത്താൻ കഴിയാത്ത നിലയിൽ ഏതാണ്ട് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ശ്രീജ സന്നിധാനത്തുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ 18-ാം പടി കയറി ഇപ്പോഴും ഭക്തർ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. ഇന്ന് ഏതാണ്ട് 30,000 പേർക്ക് ആണ് ദർശനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെയും ഏതാണ്ട് 40,000 പേരിലേക്ക് ദർശനം ചുരുക്കിയെങ്കിലും 1,15,000-ഓളം ഭക്തജനങ്ങളാണ് ഇന്നലെ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. അതായത് ഇതിനകം തന്നെ മിനിയാന്നും അതിൻ്റെ തലേദിവസവും ഒക്കെ ഇവിടെ എത്തിയ ഭക്തർ ഇപ്പോഴും തിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമല ക്ഷേത്രമാകട്ടെ മനോഹരമായി ഒരുക്കി, പൂക്കൾ കൊണ്ടും കുരുത്തോലകൾ കൊണ്ടുമൊക്കെ ഒരുക്കി ഇന്നൊരു പ്രത്യേക കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിന് എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്തെ പുലിവാഹനായ അയ്യപ്പൻ്റെ അടക്കം ഈ എന്താ പറയുക ശില്പങ്ങൾ അല്ലെങ്കിൽ ഈ കുരുത്തോല കൊണ്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തും വലിയ തിരക്ക്, ഈ ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ശബരിമല സന്നിധാനം മാത്രമല്ല, മറ്റ് പല വ്യൂ പോയിന്റുകളുണ്ട്. പുല്ലുമേടും തൊട്ടിപ്പുറത്ത് പമ്പ ഹിൽ ടോപ്പും ഒക്കെ ഉണ്ട്. അനുമോദ്, കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ള കാത്തിരിപ്പാണ്. 2-3 ദിവസത്തിലധികമായ ഭക്തർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ ഭക്തർക്ക് സുരക്ഷിതമായ ഒരു എന്താ പറയുക ദർശനം ഒരുക്കുക, മകരജ്യോതി ദർശനം ഒരുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ദേവസ്വം ബോർഡിന്റെ ഒക്കെ വെല്ലുവിളി. അത്തരത്തിലുള്ള ഒരു ക്രമീകരണം തന്നെ ഏതാണ്ട് എല്ലായിടത്തും പൂർത്തിയായിട്ടുണ്ട് അല്ലേ? സുഹൃത്തെ, നമുക്ക് സാധാരണഗതിയിൽ ഈ പാണ്ടിത്താവളത്തിലും BSNLന്റെ പരിസരത്തും മാധ്യമങ്ങളെ ദർശൻ കോംപ്ലക്സിന്റെ ചുറ്റുവട്ടത്തും ഒക്കെ ആണെങ്കിൽ ഇത്തവണ ഇൻസിനേറ്ററിന്റെ പുറകുവശത്ത് ഒരു 4 ഏക്കർ ഭൂമി കൂടി അവിടെ വനംവകുപ്പിൽ നിന്നും ദേവസ്വത്തിനുണ്ട്. അവിടെ കൂടി ഈ തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിന് പുറമെ ശരംകുത്തിയിലും ചില മേഖലയിൽ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിന് പുറമെ പമ്പ ഹിൽ ടോപ്പിലെ വാഹന പാർക്കിംഗ് ഒക്കെ 2 ദിവസത്തേക്ക് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 ദിവസമായിട്ട് ഇവിടെ തമ്പടിക്കുന്ന ആളുകളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നമ്മൾ സാധാരണ നടന്നു പോകുന്ന വഴിയുടെ ഇരുവശത്തും ആളുകൾ മുണ്ട് കൊണ്ട് ഷെഡ് പോലെ കെട്ടിയിട്ട് വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലാസ്റ്റിക് വിരിച്ച് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിൽ മുൻപൊക്കെ ഇവിടെ പാചകം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ഇത്തവണ അതിനുള്ള അനുവാദമില്ല. പകരം ഭക്ഷണം ദേവസ്വം ബോർഡ് കൊടുക്കുന്നു. പക്ഷേ ഇന്നത്തെ ഈ തിരക്കിലൊക്കെ എത്ര പേർക്ക് ഭക്ഷണം കിട്ടും, എത്ര പേർക്ക് വെള്ളം കിട്ടുന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അത്രയും തിരക്കാണ്. നമ്മളിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരാൻ തന്നെ 20 മിനിറ്റിന് മുകളിൽ സമയമെടുക്കുന്നു. അത്രമാത്രം വലിയ തിരക്കിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ഇനിയുള്ള മണിക്കൂറിൽ തിരക്ക് കൂടും. കാരണം 11 മണിക്ക് ശേഷം തീർത്ഥാടകരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്ന് പറയുമ്പോഴും ഇവിടെയുള്ളവർ ഈ പകുതി വഴി എത്തിയവരൊക്കെ കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ലക്ഷത്തോളം തീർത്ഥാടകർ ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലേറ്റവും പ്രധാനം വൈകുന്നേരത്തെ ആ ഒരു 3 മണിക്കൂർ സമയമാണ്. അതായത് 4 മണിക്ക് ശേഷം ഇവിടെ അവിടേക്കും പോകാൻ കഴിയില്ല. 3 മണിക്കാണ് മകരസംക്രമ പൂജയ്ക്ക് നട തുറക്കുക. 3:08 മകരസംക്രമ പൂജ ഉള്ളത്. കഴുകി വൃത്തിയാക്കുന്നുണ്ട്, ക്ഷേത്രം കഴുകി വൃത്തിയാക്കുന്നത്. ഇതിൽ ഏറ്റവും ഭംഗിയായി തോന്നിയത് ഇപ്പോൾ നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ ആ കുരുത്തോല കൊണ്ടുള്ള ആ ഒരു അലങ്കാരങ്ങൾ ഈ കൃത്രിമ പൂക്കളൊക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള അല്ലേ പ്രകൃതിദത്തമായിട്ടുള്ളത് മാത്രമാണ് ഇത്തവണ അലങ്കരിച്ചിട്ടുള്ളത്. കുരുത്തോല കൊണ്ട് മാത്രവും അതേപോലെ പൂക്കളും മാത്രമാണ് ഇത്തവണ അലങ്കാരത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത്. നടക്കുന്നത് നല്ല തിരക്കുണ്ട്. ഉച്ചയ്ക്ക് 2:58 ഈ 1 മണിക്ക് നട അടച്ച ശേഷം തുറക്കുക. 3:08 മകരസംക്രമ പൂജ, അതായത് സൂര്യൻ ഉത്തരായന കാലത്തിലേക്ക് കടക്കുന്നതിൻ്റെ സമയമാണെന്നാണ് ഈ സംക്രമ പൂജയുടെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സൂര്യൻ ഇനി മുതൽ ഉത്തരായന കാലം എല്ലാത്തിനും ഉത്തമമായ കാലമെന്നാണ് വിശേഷിപ്പിക്കുക. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാ മംഗളകാര്യങ്ങൾക്കും ഉത്തമമായതാണ് ഉത്തരായന കാലം. വിശ്വപിതാമഹനൊക്കെ ശരശയ്യയിൽ നിന്ന് ദക്ഷിണായന കാലം കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെയാണല്ലോ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാത്തിനും അനുയോജ്യമായ ഒരു കാലമാണ് ഉത്തരായന കാലം. അപ്പോൾ അതിൻ്റെ ഒരു സംക്രമം, മകരസംക്രമം ആ ദിവസം ഇന്ന് 3:08 ജ്യോതിഷികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് അയ്യന് കവടിയാറിൽ കൊണ്ടുവന്ന നെയ്യ് കൊണ്ടുള്ള അഭിഷേകം, പ്രത്യേക അഭിഷേകമാണ്.
അതിനുശേഷം പിന്നീട് കാത്തിരിക്കുന്നത് തിരുവാഭരണത്തിൻ്റെ വരവിനാണ്. തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരം 5:30 ശരംകുത്തിയിലെത്തും അല്ലേ? അങ്ങനെയല്ല അതിൻ്റെ ഒരു തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ നിലയ്ക്കൽ നിന്ന് പുറപ്പെടും. പിന്നീട് അട്ടത്തോട് വഴി വലിയാനവട്ടത്തെത്തി അവിടെ നിന്നാണ് പമ്പയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് അതൊരു 11 മണി സമയത്തോടുകൂടി ഏതാണ്ട് പമ്പയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക്, അതായത് സന്നിധാനത്തേക്ക് പതുക്കെ പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളായിരിക്കും ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ടാണ് 11 മണി മുതൽ ഒരു നിയന്ത്രണം എന്ന നിലയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ കാനനപാത വഴിയുള്ള കഴിഞ്ഞ 3 ദിവസമായുള്ള 12-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കാണ് പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. അത് കാൽനടയായി വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലായിരുന്നു വിശ്രമം ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ രാത്രി ലാഹസത്രത്തിലായിരുന്നു. അങ്ങനെ ഓരോ ഇടത്തും എത്തി തങ്ങിയ ശേഷമാണ് പരിപൂർണമായും, അതാണ് തങ്കേങ്കി ഘോഷയാത്രയും തിരുവാഭരണ ഘോഷയാത്രയും തമ്മിലുള്ളൊരു വ്യത്യാസം. പരിപൂർണമായും കാൽനടയായി എത്തുന്നു, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയൊക്കെ എത്തുന്നു എന്നുള്ളതാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു പ്രത്യേകത. അതും ഭക്തി നിർഭരമാണ്. ഇങ്ങോട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി വന്നൊരു യാത്രയാണ് തിരുവാഭരണ ഘോഷയാത്രയുടേത്. അതങ്ങനെ രാവിലെ ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി ശരംകുത്തിയിൽ എത്തുന്നതോടുകൂടി ശബരിമലയിൽ പുതിയൊരു ഭക്തിയുടെ ആവേശത്തിലേക്ക് ഈ സന്നിധാനം മാറും എന്നുള്ളതാണ് പ്രത്യേകത. തുടർന്നാണ് ഒരു ചരിത്രം കൂടി വളരെ വിശേഷപ്പെട്ടതാണല്ലോ അല്ലേ? പന്തളം രാജാവിന് മണികണ്ഠനെ രാജാവായി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു ദിവസം രാജകുമാരൻ്റെ വേഷഭൂഷാദികളോടെ അയ്യപ്പൻ ഈ വിഗ്രഹത്തിൽ ചാർത്തുന്നു ആടയാഭരണങ്ങൾ എന്നാണ് സങ്കല്പം അല്ലേ? മുഖക്കാപ്പായിക്കോട്ടെ, മോതിരമാവട്ടെ, മാലകളാവട്ടെ, ഇതൊക്കെ രാജകുമാരൻ്റെ ആ ഒരു വേഷവിധാനങ്ങളിലാണ് അയ്യപ്പൻ ഈ ദിവസം ഉണ്ടാവുക. എന്താണെങ്കിലും 3 പെട്ടികളാണ് അല്ലേ തിരുവാഭരണത്തിൽ? എങ്ങനെയാണ്? അതായത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക, അതായത് 18-ാം പടി ചവിട്ടി എത്തുക, ഈ മുഖക്കാപ്പ് ഉൾപ്പെടുന്ന ഒരു പെട്ടി മാത്രമായിരിക്കും. മറ്റ് 2 പെട്ടികൾ കലശം. ഇനിയുള്ള ഈ തിരുവാഭരണ ഇന്നത്തെ മകര വിളക്ക് ദിവസം കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഉത്സവം നടക്കുന്ന പ്രധാന കേന്ദ്രം അത് മാളികപ്പുറമാണ്. അവിടെയാണ് കലശം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകുക. അതിനുവേണ്ടിയുള്ള കലശപ്പെട്ടി അടങ്ങുന്നതാണ് 2ാമത്തെ പെട്ടി. നീളമുള്ള പെട്ടിയാണ് ഏറ്റവും പുറകിൽ വരുന്നത്. അത് കൊടിപ്പെട്ടി എന്നാണ് അറിയപ്പെടുക. അതും മാളികപ്പുറത്തേക്കാണ് കൊണ്ടുപോവുക. എന്തായാലും വൈകുന്നേരം ഏതാണ്ട് 5:30 കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഉത്സവാന്തരീക്ഷം കുറച്ചുകൂടി ഭക്തിയുടെ ആവേശത്തിലേക്ക് മാറും എന്ന് ഉറപ്പാണ്. ഏതാണ്ട് 6:15 വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും. തുടർന്ന് 6:30 18-ാം പടി ചവിട്ടുന്നു. വളരെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ 18-ാം പടി കഴിഞ്ഞ് കൊടിമര ചുവട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിക്കും. മന്ത്രി BN വാസവൻ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. അതിനുശേഷം തിരുനടയിലേക്ക് കൊണ്ടുപോകുന്നു, തിരുവാഭരണം ചാർത്തുന്നു. തുടർന്ന് വളരെ വേഗത്തിൽ ദീപാരാധന. തുടർന്നാണ് ഭക്തലക്ഷങ്ങൾ ഈ മുക്കിലും മൂലയിലും എല്ലാം കാത്തിരിക്കുകയാണ് ഭക്തർ. അവർ കാത്തിരിക്കുന്ന ആ നിമിഷം തൊട്ടു പിന്നാലെ എത്തും. ശ്രീജ. ശരി, ജി ശ്രീജിത്തും ഒപ്പം CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. ഭക്ത സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിനായി. അവരുടെ 1 വർഷത്തെ കാത്തിരിപ്പാണ്. ഇന്ന് ശബരിമലയിലെത്തി മകര വിളക്ക് കണ്ട് അയ്യപ്പനെ തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ കണ്ട് അതിനുശേഷം മകരജ്യോതിയും ദർശിച്ച് മടങ്ങാനായി എത്രയോ ദിവസങ്ങളായി കാത്തിരുന്ന് അവിടെ എത്തിയ ആളുകളാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. നിയന്ത്രണങ്ങളെല്ലാം കർശനമാണ്. എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡും പോലീസും എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം തടയാൻ ഇടതുമുന്നണിയുടെ തീവ്ര ശ്രമം. മന്ത്രി VN വാസവൻ കോട്ടയത്ത് ക്യാമ്പ് ചെയ്താണ് ജോസ് വിഭാഗത്തെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമം തുടരുന്നത്. ജോസ് കെ മാണിയുമായും MLA-മാരുമായും CPM നേതൃത്വം നിരന്തര സമ്പർക്കത്തിലാണ്. എന്നാൽ കേരള കോൺഗ്രസ് മുന്നണി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF നേതൃത്വമുള്ളത്. മുന്നണി മാറ്റം തടയാനായില്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പിളർത്താനുള്ള നീക്കങ്ങളും CPM തുടങ്ങിയിട്ടുണ്ട്. 16-ന് നടക്കുന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമായിരിക്കും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിലപാട് വ്യക്തമാക്കാൻ ജോസ് കെ മാണി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ജോസ് കെ മാണി മുന്നണി വിടില്ലെന്നും വരില്ലെന്ന് പറഞ്ഞിട്ടും പിന്നാലെ നടക്കുന്നത് UDF-ന്റെ ഗതികേടാണെന്നും മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, പിന്നെ അദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയതിന് ശേഷം കൃത്യമായി ആ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഞങ്ങൾ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിൽ പൂർണ്ണമായി ഞങ്ങളോടൊപ്പം വേദിയിൽ റോഷി അഗസ്റ്റിനും 5 MLA-മാരും ഉണ്ടായിരുന്നു.
അവരെല്ലാം തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ ഒന്ന് വരാതിരുന്നത് ദുബായിൽ അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനത്തിന് കുടുംബസമേതം പോയിരുന്നു, നേരത്തെ മുന്നണി അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് വരാതിരുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു. ഇതുവരെ ഈ കാര്യത്തിൽ അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവർ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യം നേരെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും അതിനുശേഷം ജോസ് കെ മാണി ചെയർമാനും എല്ലാം കൃത്യമായി കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. UDFനിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആത്മവിശ്വാസം ഇല്ലാതെ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് മറ്റേതെങ്കിലും രൂപത്തിലുള്ള പുതിയ സംവിധാനം കൂടെ ഇല്ലെങ്കിൽ മുന്നോട്ട് രക്ഷയില്ല എന്നുള്ള സ്ഥിതിയിലെത്തുമ്പോഴാണ് ഇങ്ങനെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും കിടക്കുമോ എന്നുള്ള പരിശ്രമം നടക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ഉൾപ്പെടെ കേരളമാകെ ഒരു 110 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അത് സാധ്യമാകുമെന്നുള്ളിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാണ് അവരെ ഭയപ്പെടുന്ന കാര്യവും. ഇങ്ങനെ പുറകെ വരുന്നില്ലെന്ന് പറഞ്ഞാലും അല്ല, അവരെ ചവിട്ടി പുറത്താക്കുന്നത് അവർ തന്നെ നേരത്തെ പറഞ്ഞല്ലോ. ആ ചവിട്ടി പുറത്താക്കി കൂട്ടി പിന്നെയും ഇവരുടെ പുറകെ ക്ഷണിച്ചുകൊണ്ട് വരും നടക്കുന്ന അവരുടെ ഒരു ആത്മവിശ്വാസക്കുറവും അവർക്കൊരു ബലയില്ലായ്മയും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നിന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരെ അനുകൂലിക്കുന്ന ചില മാധ്യമങ്ങളും അതിന് വേണ്ട രൂപത്തിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, രാഷ്ട്രീയ കാലാവസ്ഥ ചൂടേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. 11:30 ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തായിരിക്കും പറയുക എന്നതിലാണ് ഏറ്റവും ഉദ്വേഗമുള്ളത്. ഒപ്പം ഈ കോൺഗ്രസ് ഹാൻഡിലുകളിലൊക്കെ ഒരു പ്രത്യേക കാർഡ് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു. സഖാക്കളുടെ നെഞ്ചിടിപ്പേറ്റി കൈ പിടിച്ച് അയാൾ വരുന്നു എന്നൊരു കാർഡ് വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതാരാണ് എന്ന ആകാംക്ഷ മറ്റൊരു വശത്ത്. പക്ഷേ എന്താണ് ഈ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്? ഏത് വിധേനയാണ് ജോസ് കെ മാണി മുന്നണി വിടാതിരിക്കാൻ LDFന്റെ ഭാഗത്തുനിന്ന് CPMന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ? ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ പുറത്തു ചാടിക്കാൻ UDFലേക്ക് എത്തിക്കാൻ UDF ക്യാമ്പും അതുപോലെ തന്നെ മുന്നണി വിടാതിരിക്കാൻ LDF ക്യാമ്പും തീവ്ര ശ്രമം തുടരുകയാണ്. ഇന്നലെ മന്ത്രി VN വാസവൻ കോട്ടയത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളുമായും ഒക്കെ സംസാരിക്കുകയും ജോസ് കെ മാണിയെ മുന്നിൽ നിർത്താൻ തീവ്ര ശ്രമം നടത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയും ജോസ് കെ മാണിയോട് സംസാരിക്കുന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ അദ്ദേഹം ഈ തുടർച്ചയായ ഇടതുമുന്നണി യോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇടതുമുന്നണി പ്രതിഷേധ പരിപാടി പങ്കെടുക്കാത്തതുമാണ് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയത്. ജോസ് കെ മാണി മുന്നണിയിലെത്തുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഏറ്റവും വലിയ വിസ്മയം. അവർ കാത്തിരിക്കുന്നത് അത്തരം ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് നേരത്തെ എത്തിയതാണ്. പക്ഷേ UDFന്റെ ആവശ്യവും ജോസ് കെ മാണിയുടെ ഉറപ്പും 5 MLA-മാർക്കൊപ്പം മുഴുവൻ പാർട്ടി എന്നില്ല, അതായത് പാർട്ടി പിടരാതെ പൂർണ്ണമായും കേരള കോൺഗ്രസ് ഇപ്പോൾ ഉള്ളതുപോലെ UDFിലേക്ക് എത്തുമെന്ന ഉറപ്പാണ് ജോസ് കെ മാണി UDF നേതൃത്വം നൽകിയിരിക്കുന്നതാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. അത് കഴിയാത്ത സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. റോഷി അഗസ്റ്റിൻ കടുത്ത നിലപാടിലാണ്. എന്ത് പറഞ്ഞാണ് മുന്നണി വിട്ടു പോകേണ്ടത്? അത്തരം മര്യാദകേട് വിശ്വാസന കാണിക്കില്ല എന്ന കടുത്ത നിലപാട് റോഷി അഗസ്റ്റിൻ തുടരുന്നു. പ്രമോദ് നാരായണൻ ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകാൻ കഴിയില്ല നിലപാടെടുക്കുന്നു. ചീഫ് വിപ്പ് ജയരാജനും മുന്നണി വിട്ടു പോകുന്നതിൽ താല്പര്യമില്ല. പക്ഷേ പാർട്ടി തീരുമാനം എന്താണോ, നേരത്തെ KM മാണി ഉള്ളപ്പോൾ ഉള്ളതുപോലെ തന്നെ ചെയർമാൻ പറയുന്ന നിലപാടെടുക്കുമെന്ന ജെയിൻ ജയരാജും വ്യക്തമാക്കുന്നു. മറ്റു 2 MLA-മാർ സെബാസ്റ്റ്യൻ കടത്തങ്കരും അതുപോലെ തന്നെ ജോബ് മൈക്കിളും അവർ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാടാണ്. അതിൽ സെബാസ്റ്റ്യൻ കടത്തങ്കരുമായൊക്കെ ഇന്നലെ VN വാസവൻ അടക്കമുള്ള നേതാക്കൾ നേരിട്ട് സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയുന്നത്. അവരും ചാഞ്ചാടി നിൽക്കുന്നുവെന്ന പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ഒരു കാരണവശാലും ജോസ് കെ മാണി വരാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. കോൺഗ്രസിന് അത്ര എളുപ്പമല്ല ജോസ് കെ മാണിയെ സ്വീകരിക്കുക, UDFന് എളുപ്പമല്ല. വലിയ തർക്കങ്ങൾ ഉൾപാർട്ടി പ്രശ്നങ്ങളായത് മാറാനുള്ള സാധ്യതയുണ്ട്. പല പാർട്ടി ഘടകങ്ങൾ ഇതിനകം അവർ വരേണ്ട ആവശ്യമില്ല. രാവിലെ ഇന്ന് കടുത്തുരുത്തി MLA കൂടിയായ കേരള കോൺഗ്രസ് ജോസഫിലെ മോൻസ് വളരെ വ്യക്തമായി തന്നെ ഇവർ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ നമ്മോട് സംസാരിക്കുമ്പോൾ അബു പി ജോസഫിന്റെ മകൻ ഇവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ വലിയ നീരസങ്ങൾ കേരള കോൺഗ്രസ് UDFിനൊപ്പമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയിലുമുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിലും ഉണ്ടാകാം. സീറ്റുകളുടെ കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇവർ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായമുള്ളവരും വലിയൊരു വിഭാഗമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം അവരെ കൊണ്ടുവരാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്, തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാന നേതാക്കളൊക്കെ ജോസ് കെ മാണിയുമായി ഇതിനകം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ കടുത്ത നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗും എങ്ങനെയും ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് എത്തിക്കണം. അതോടുകൂടി മധ്യ കേരളം പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഒരു ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം
ചിന്തിക്കാൻ പോലും കഴിയില്ല കോൺഗ്രസിന്റെയും. അതുകൊണ്ട് തന്നെ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഒപ്പം കൂട്ടണമെന്നാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം VN വാസവൻ നയിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ജോസ് കെ മാണി വിഭാഗത്തെ പിടിച്ചു നിർത്താൻ ഇപ്പോൾ ഇടതുമുന്നണി ശക്തമായി തുടരുന്നത്. അതുകൊണ്ടാണ് അവർ പോകില്ല എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. 11:30 ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും. വളരെ നിർണായകമാണ് ആ വാർത്താ സമ്മേളനം. കൃത്യമായ നിലപാട് ഒരുപക്ഷെ അതിൽ വന്നേക്കാം. 16 സ്റ്റിയറിംഗ് കമ്മിറ്റി വരെ കാത്തിരിക്കണം എന്താണ് അവരുടെ രാഷ്ട്രീയ തീരുമാനമെന്നറിയാൻ. പക്ഷേ ഒരു സൂചനകൾ, വ്യക്തമായ സൂചനകൾ ജോസ് കെ മാണിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായേക്കാം. നേരത്തെ ഈ പാർട്ടി മുന്നണി വിട്ടു പോകുമെന്ന ചർച്ചകൾ വന്നപ്പോൾ AKG സെന്ററിന് മുന്നിൽ വന്ന് PJ ജോസഫ് വിഭാഗത്തെ അപഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരു കാരണവശാലും മുന്നണി വിടില്ല നിലപാട് AKG സെന്ററിന് മുന്നിൽ വെച്ച് 2 ആഴ്ചകൾക്ക് മുമ്പ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയതാണ്. ആ നിലപാടിൽ നിന്ന്, ആ സാഹചര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇപ്പോഴില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയാൻ പോകുന്നതെന്ന് വേണം കരുതാൻ. അതിനപ്പുറത്തേക്ക് ചർച്ചകൾ സജീവമാണ്, അണിയറ നീക്കങ്ങൾ സജീവമാണ്, ചരടുവലികൾ സജീവമാണ്. എങ്ങോട്ടും മാറി മറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടുള്ളത്. ശ്രീജ, അരുൺ, ഒറ്റ കാര്യം അറിയേണ്ടത്, ഇങ്ങനൊരു നീക്കം ഉണ്ടായാൽ അത് തടയാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ ഏത് വിധേനയും ജോസ് കെ മാണിയെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ചർച്ചകളൊക്കെ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പിലെ UDF ക്യാമ്പിലെ ചർച്ചകൾ കൂടി എങ്ങനെയാണ്? UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജോസ് കെ മാണി വിഭാഗം അത് പൂർണ്ണ പാർട്ടിയായി തന്നെ, ഒറ്റക്കെട്ടായി തന്നെ LDF വിട്ട് UDFിലേക്ക് എത്തുന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾക്കുള്ളത്. ആ ഉറപ്പാണ് ജോസ് കെ മാണി നൽകിയിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ പിന്നോട്ട് പോകാനും അനിശ്ചിതത്വം ഉണ്ടാകാനും കാരണം ആ ജോസ് കെ മാണിക്ക് ആ ഉറപ്പ് പാലിക്കാൻ കഴിയാത്തൊരു സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നേരിടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റോഷി അഗസ്റ്റും അതുപോലെ തന്നെ പ്രമോദ് നാരായണനുമൊക്കെ ആ കടുത്ത നിലപാട് തുടരുകയാണ്. ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകാൻ കഴിയില്ല. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല, രാഷ്ട്രീയ കാരണങ്ങളുമില്ല. എന്തൊക്കെ ആവശ്യങ്ങൾ കേരള കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുണ്ടോ അതെല്ലാം അംഗീകരിച്ച പാർട്ടിയാണ് ഇടതുമുന്നണി. ആ പാർട്ടിയാണ് CPM. അത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചപ്പോഴാകട്ടെ, പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, അതിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിലാകട്ടെ, പിന്നീട് ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിൽ, അതിനുശേഷം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്നു. അവരുടെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ വന്യജീവി മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം, അത് തടയാൻ നിയമനിർമ്മാണത്തിന് തയ്യാറായ സർക്കാരാണത്. അത് കേരള കോൺഗ്രസിനെ മുഖനിഷ്കാൻ നടപടി തന്നെയായത്. അതോടുകൂടി അവർക്ക് മുന്നോട്ട് വിട്ടുപോകാൻ കഴിയാത്തൊരു രാഷ്ട്രീയ കുരുക്കിലേക്ക് ഇടതുകൊണ്ട് എത്തിക്കുകയായിരുന്നു എന്ന് കരുതുന്നവർ ഏറെയാണ്. മാത്രമല്ല, ജോസ് കെ മാണിക്ക് CPM അനായാസം ജയിക്കാവുന്ന ഒരു സീറ്റ്, രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകി. ലോക്സഭാ സീറ്റ് അവർക്ക് കോട്ടയത്ത് മത്സരിക്കാൻ നൽകി. അങ്ങനെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും വലിയ പരിഗണനയോടുകൂടി തങ്ങളെ കൊണ്ടു നടക്കുന്ന മുന്നണിയാണ് ഇടതുമുന്നണി. അവരോട് എന്ത് ന്യായം പറഞ്ഞിട്ട് ആ മുന്നണിക്കൊപ്പം നിന്ന് വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളോട് എന്ത് മറുപടി പറഞ്ഞ് പുറത്തേക്ക് പോകുമെന്ന ചോദ്യമാണ് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഉൾപ്പെടെയുള്ളവരെ അലട്ടുന്നത്. അത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അടിക്കടി മുന്നണി മാറുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും അധികാരം കിട്ടുന്ന ഭാഗത്തേക്ക് ചായുന്നു എന്ന വിമർശനം കേരള കോൺഗ്രസിനുണ്ട്. അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ, പാർട്ടിയുടെ ഇപ്പോഴുള്ള സത്പേരിന് പോലും കളങ്കം ചാർത്തുന്നതാണെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. ഏതായാലും വലിയ സമ്മർദ്ദത്തിലാണ് ജോസ് കെ മാണിയും. പൂർണ്ണമായും മുന്നണി വിട്ടുപോകാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു, എത്തുമെന്ന, വിട്ടുപോകില്ലെന്ന ആത്മവിശ്വാസം, ഉറച്ച വിശ്വാസം ഇടതിനുമുണ്ട്. ശരി, അപ്പോൾ ഇനി നമുക്ക് 11:30 വാർത്താ സമ്മേളനത്തിലേക്ക് ഉറ്റുനോക്കാം. എന്താണ് ജോസ് കെ മാണിക്ക് പറയാനുള്ളത് എന്നത് 11:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയാം. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല അഭിഷേക ശേഷമുള്ള നെയ് വിൽപ്പനയിലെ ക്രമക്കേട് ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. ശബരിമലയിൽ ഭരണപക്ഷ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വ്യാപക അഴിമതിയാണ് നടക്കുന്നതെന്നാണ് BJPയുടെ ആരോപണം. അതേസമയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ ഉടൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 1 മാസത്തിനകം നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. നെയ് വിൽപ്പനയിലൂടെ ലഭിച്ച 13.67 ലക്ഷം രൂപ തിരിച്ചടച്ചില്ല എന്നാണ് കണ്ടെത്തൽ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ശബരിമലയിൽ എത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേകം ചെയ്ത നെയ്യ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും കേരളത്തിന് പുറത്തുള്ള വിശ്വാസികൾക്കൊക്കെ അതൊരു വികാരപരമായ കാര്യമാണ്. അവിടെ അഴിമതി നടന്നു എന്നാണ് ഇപ്പോൾ ആരോപണം. എങ്ങനെയാണിത് BJP ചർച്ചയാക്കുന്നത്? കോടതിയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ്? ശ്രീജ, അഭിഷേക ശേഷമുള്ള നെയ്യ് കൗണ്ടറിലെത്തിച്ച് ഭക്തർക്ക്, അതായത് അഭിഷേകം നടത്താൻ കഴിയാത്ത ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അതിലും കൊള്ള നടത്തി എന്നുള്ള കണ്ടെത്തലിലാണ് ഹൈക്കോടതി ഞെട്ടൽ രേഖപ്പെടുത്തിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ വിവിധ
വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ BJP അത് ദേശീയ തലത്തിലും ചർച്ചയാക്കുകയാണ്. പ്രത്യേകിച്ചും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിരന്തരം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അഭിഷേക നെയ്യ് വിൽപ്പനയിലും ഈ വൻ തുകയുടെ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണം, അതുപോലെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 1 മാസത്തിനകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം, അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ദേവസ്വം ബെഞ്ചിന്റെ തന്നെ നേതൃത്വത്തിലാണ് ഈ വിജിലൻസ് അന്വേഷണം നടക്കുക. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കാനാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഈ ആടിയ നെയ്യ് വിൽപ്പനയാണ് കൗണ്ടറിലാണ് അതായത് ഈ ആടിയ നെയ്യ് വിൽപ്പനയിലാണ് ഈ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് അഭിഷേകം നടത്താൻ കഴിയാത്ത ഭക്തരാണ് ഈ നെയ്യ് വാങ്ങുന്നത്. ഈ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ നടന്ന ഈ വലിയ ക്രമക്കേട് 13,679 രൂപയുടെ നെയ്യാണ് അത് വകയിരുത്തിയതാണ്. അത് കണക്കിലെടുത്താണ് ഈ ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് ആ പണം വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അന്വേഷണങ്ങൾ നടക്കുന്നതും ഇത്തരം ഗുരുതരമായ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളതും ഈ ഉദ്യോഗസ്ഥനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം. പക്ഷേ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ ശബരിമലയിലെ വിഷയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നെയ്യുടെ കാര്യത്തിലും ഈ വലിയ വിവാദമുണ്ടാകുന്ന നെയ്യ് വിൽപ്പനയിലും വലിയ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വലിയ ഞെട്ടലുമാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ദേശീയ തലത്തിലേക്ക് ചർച്ച ഉയർന്ന തലത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നെയ്യുടെ വിഷയം കൂടിയായപ്പോൾ ശബരിമലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രീജ, ശരി, ആജ്ഞയാണ് വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയ്സിന കുന്നിനടുത്തുള്ള പുതിയ ഓഫീസിലേക്ക് മാറുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൗത്ത് ബ്ലോക്കിലാണ് പ്രവർത്തിച്ചിരുന്നത്. സെൻട്രൽ വിസ്ത ഏരിയയുടെ ഭാഗമായി നിർമ്മിച്ച സേവാ തീർത്ത് കോംപ്ലക്സ് ആണ് പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ്. സേവാ തീർത്ത് 1-ൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും സേവാ തീർത്ത് 2-ൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും സേവാ തീർത്ത് 3-ൽ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസുമുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടും കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 54 ലക്ഷം പേരുകൾ നീക്കം ചെയ്തും വിവാഹശേഷം കുടുംബ പേരുകൾ മാറ്റിയ സ്ത്രീകളുടെ പേരും മാറ്റി. AI സംവിധാനം ഉപയോഗിച്ചാണ് പേരുകൾ നീക്കം ചെയ്തത്. പേരുകൾ വെട്ടാൻ വൻതോതിൽ എന്യൂമറേഷൻ ഫോമുകൾ കൊണ്ടുപോകുന്നതിനിടെ BJP പ്രവർത്തകർ പിടിയിലായെന്നും മമതാ ബാനർജി ആരോപിച്ചു. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിന്റെ സമയമാണ്. വളരെ വിശദമായി തന്നെ വാർത്തകൾ പരിശോധിക്കാം. പ്രത്യേകിച്ച് നമുക്കൊക്കെ ആകാംക്ഷയോടെ നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത് 11:30-ക്കുള്ള ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് കൂടിയാണ്. ന്യൂസ് ട്രെൻഡ്സ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.